ഹായ് കൂട്ടുകാരെ, മീഡിയ 7+ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതുപോലെ നമ്മുടെ വീട്ടിലെ ബാത്റൂമിലേതും കിച്ചണിലേതൊക്കെ വെച്ചിരിക്കുന്ന വാട്ടർ ടാപ്പിനെ കുറിച്ചാണ്. ഇതിന് സാധാരണ ലീക്കേജ് വരും, അതുപോലെ തന്നെ ശരിക്കും പ്രഷർ വരില്ല നമ്മൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് ഈ ടാപ്പ് മാറ്റി വെക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഒന്ന്, നമുക്ക് ലീക്കേജ് വരിക എന്നുള്ളതാണ്. എപ്പോഴും ഡ്രോപ്പായിട്ട് ലീക്കേജ് വരും. രണ്ടാമത് പ്രഷർ വരത്തില്ല. പൈപ്പ് തുറന്നു കഴിഞ്ഞാലും ഇതിലേക്ക് ശരിക്കും പ്രഷർ വരത്തില്ല. അപ്പോൾ പ്രഷർ വരാത്ത സമയത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഇവിടെ ഒരു നെറ്റുണ്ട്. ഈ വെള്ളത്തിലെ അഴുക്കുകൾ വന്നിട്ട് ഇവിടെ അടിയും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇത് നമ്മളൊരു കട്ടിംഗ് പിള്ളേർ എടുത്തിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇത് ടൈറ്റ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലൂസ് ചെയ്താൽ ഇങ്ങനെ അഴിഞ്ഞു വരിക. ഇതിങ്ങനെ അഴിക്കുക എന്നുള്ളതാണ്. ഇത് അഴിച്ചെടുത്ത ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ അഴുക്കൊന്നുമില്ല. സാധാരണ നമ്മുടെ ഇത് പുതിയതായിട്ടാണ്. ഇവിടെ വന്ന് അഴുക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ നമ്മൾ നോക്കിയാലും വെള്ളം വരില്ല. ഇത് അഴിച്ച ശേഷം ശരിക്കും ക്ലീൻ ചെയ്യുക. ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഇത് കഴുകുക. എന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും അത് ഇവിടെ റീഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഫിറ്റ് ചെയ്ത ശേഷം കട്ടിപ്പിള്ളേരെ കൊണ്ട് പഴയ രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് ഓരോ കാര്യം. രണ്ടാമതുള്ളതെന്ന് പറയുന്നത് ഇനി ലീക്കേജ് ആണ്. നമ്മൾ സാധാരണ ലീക്കേജ് വന്നു കഴിയുമ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇതുപോലുള്ള ടാപ്പുകൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇത്രയൊരു ടാപ്പ് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 റുപ്പീസ് എങ്കിലും നല്ല കമ്പനി ടാപ്പിനാവും. അപ്പൊ ടാപ്പ് മാറുന്നതിന് പകരം നമുക്ക് ഇതിനകത്തൊരു ഇന്നർ ഫിറ്റിംഗ്സ് ഉണ്ട്. അതാണ് ഈ ടാപ്പിന്റെ മെയിൻ സാധനം. അത് മാറി വെച്ച് കഴിഞ്ഞാൽ ആ ലീക്കേജ് മാറി കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ മണ്ട അഴിക്കണം. ഇതിന്റെ മണ്ടയ്ക്ക് ചിലതിന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ അടപ്പ് പൊക്കിയെടുക്കാവുന്നതാണ്. ഇതിനാണ് ത്രെഡാണ് ഇങ്ങനെയുള്ളത്. ഇതിന്റെ മണ്ട ഇങ്ങനെ ത്രെഡാണ്. ഇതിങ്ങനെ അഴിച്ചു മാറ്റണം. ഈ മണ്ട ഇത് അഴിച്ചു മാറ്റിയ ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ ലൂസ് ഇങ്ങനെ അഴിച്ചെടുക്കുക. ഇങ്ങനെ അഴിച്ചെടുത്ത ശേഷം ഇങ്ങനെ ഇത് മേപ്പോട്ട് തട്ടിയിടുക. ഇതിങ്ങനെ ഊരി മാറ്റാവുന്നതാണ്. ഊരി മാറ്റിയ ശേഷം ഈ പുറമെ ഒരു കവർ ഇനിയുണ്ട്. ഈ കവർ ഇതുപോലെ അഴിച്ചെടുക്കണം. അത് വലിയ ടൈറ്റൊന്നുമില്ല കവർ, അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ വെച്ചൊന്ന് തിരിച്ചാലും മതി. ഈ കവർ ഇങ്ങനെ അഴിച്ചെടുക്കുക. അഴിച്ചെടുത്ത ശേഷം ഇതാണ് ഇന്നർ ഫിറ്റിംഗ്സ്. ഈ സാധനം നമുക്ക് പ്ലംബിംഗ് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരു 80 രൂപ 100 രൂപ റേഞ്ചിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇത്. ഇനി ഒരു കാര്യം, നമ്മൾ ഈ ഇന്നർ ഫിറ്റിംഗ്സ് നമ്മൾ അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ടാങ്കിൽ നിന്ന് താപ്പോട്ട് വരുന്ന പൈപ്പ് ലൈനിന്റെ ബാൽബ് പോയി അടച്ചു വെക്കണം. കാരണം ഈ നെറ്റ് അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല എങ്കിലും ഈ ഇന്നർ ഫിറ്റിംഗ്സ് അഴിക്കുമ്പോൾ ഇതിലെ വെള്ളം വരും, ടാപ്പിലൂടെ വെള്ളം വരും. അപ്പോൾ ഇത് അഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാൽവ് അടച്ചു വെക്കുക എന്നുള്ളത്. ഇതിനൊരു നമ്മുടെ വണ്ടിയിലൊക്കെ കാണുന്നതായിരിക്കും. ഒരു എല്ലാ വീട്ടിലും വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ കാണുന്നതാണ് ഒരു 14 സ്പാനർ കാണും. ആ സ്പാനർ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് അഴിക്കാൻ കഴിയും. ഇതിങ്ങനെ അഴിച്ചു മാറ്റാം. ഇത് അഴിച്ചു മാറ്റിയ ശേഷം ഇതുപോലെ ഇന്നർ ഫിറ്റിംഗ്സ് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതാണ് ആ സാധനം. പുതിയതാണ് ടാസിന്റെ. ഇതേപോലുള്ള ഇന്നർ ഫിറ്റിംഗ്സ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലീക്കേജ് മാറി കിട്ടും. നമ്മൾ ഈ ടാപ്പ് മൊത്തം മാറേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതാണ് ഇതിന്റെ ലീക്കേജ് ഉണ്ടാകുന്ന മെയിൻ കാരണം. ഇത് പഴയ സ്ഥാനത്ത് പഴയത് അഴിച്ചു മാറ്റിയ ശേഷം ഇതിനെ ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ഇതുപോലെ വെക്കുക. ആ സ്പാനർ വെച്ചിട്ട് പഴയ പോലെ തന്നെ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അതും വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയ ലെവലിൽ തന്നെ ഇത് വെക്കുക. ഇതിന്റെ അടപ്പും വെക്കുക. ഇപ്പൊ ഇങ്ങനെ ഇത് ഇപ്പൊ ഒരു തുള്ളി പോലും ഇനി ലീക്കേജ് വരത്തില്ല. നമ്മൾ ലീക്കേജ് വന്നു കഴിയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ടാപ്പ് മാറാന്നുള്ളത്. പക്ഷെ നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഇതുപോലെ ഇന്നർ ഫിറ്റിംഗ് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടാപ്പിന്റെ ലീക്കേജ്, ബാത്റൂമിലെ ടാപ്പ്, അതുപോലെ തന്നെ കിച്ചണിലെ നമ്മൾ സിങ്കിൽ വെച്ചിരിക്കുന്ന ടാപ്പ്, ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായാലും ഡ്രോപ്പ് ഇങ്ങനെ വെള്ളം പോകുന്നേ ഉണ്ടാകും. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കുകയുള്ളൂ നിവൃത്തി. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.